ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് സൺഡേ ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിന്ന് ചെറിയ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടിച്ചു വാരി കിച്ചണിലുള്ള ഒരു കഞ്ഞി, ഒരു ഉപ്പേരി, ഒരു കിഴങ്ങ് പൊരി, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് അധികമൊന്നുമില്ല. കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അതാണ് പരിപാടി. നമുക്കിന്ന് നേരത്തെ പണി കഴിക്കണം, കാരണം അടിച്ചു വരാൻ തുടക്കണം, അങ്ങനെ തിരുമ്പണം, കുളിക്കണം, എല്ലാ സംഭവങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഞ്ഞി വെച്ചു, അതവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഞാനൊരു കോവക്കേൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ കോവക്ക അങ്ങനെ മുളക് പൊടിയോ അങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും യൂസ് ആക്കാറില്ല. ഡയറക്റ്റ് അങ്ങനെ ഉപ്പും പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും ഇടും. പിന്നെ അത് കിഴങ്ങ് മസാല കൂട്ടുന്നതാണ് കേട്ടോ, കിഴങ്ങ് പൊരിക്കാൻ. കാരണം അധികം എരിവ് എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ചെറുതായിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പാട്ടൊക്കെ ഞാൻ പാടാറുണ്ട്. അപ്പോൾ അത് പാട്ട് പ്രാക്ടീസിനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അധികം എരിവ് പാടില്ല. പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇങ്ങനെ കവറ് പൊട്ടിച്ചിട്ട് ഞാൻ അങ്ങനെ അടപ്പിലാക്കി ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ. കാരണം എനിക്ക് ചിലപ്പോൾ ബോട്ടിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ മസാലയും ബീഫ് മസാലയും പ്രത്യേകിച്ച് ചിക്കൻ മസാല നല്ല എരിവാണ് അല്ലേ. സാധാ മുളക് പൊടിനേക്കാൾ എരിവുള്ള സാധനമാണ് ചിക്കൻ മസാല. പിന്നെ ഞാൻ കയ്യിലോ അങ്ങനെ സ്പൂണോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം. ഇതാകുമ്പോൾ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇതാ മറ്റേ ചങ്ങായി കാണിക്കണേ. അപ്പോൾ കറിയൊക്കെ സെറ്റായിട്ട് ഞാൻ എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ ബസ്സിലോട്ട് നടന്നു പോകണം കേട്ടോ, ബസ് കയറാൻ വേണ്ടിയിട്ട്. പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഷൈനസ് കൂടി ക്യാമറയൊക്കെ പിടിച്ച് പോകുന്ന സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ എന്താ കാട്ടുകയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. കാരണം മാസ്ക് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ബസ്സിൽ കയറിയ ചെറിയ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ചില ബസ്സിൽ സ്മെല്ലൊന്നും എനിക്ക് പെട്ടെന്ന് പിടിക്കില്ല, സ്പ്രേൻ്റെ സ്മെല്ലൊന്നും. അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്ന് ബസ് കയറി. ഇവിടെ നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പാണ്ടിക്കാട് മഞ്ചേരി ഭാഗത്തുള്ളവർക്കൊക്കെ ഈ സ്ഥലം അറിയുണ്ടാവും. ഇതാണ് പാണ്ടിക്കാട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ പാട്ടും പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്. സൺഡേ ആണ്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഈവനിങ് ടൈമാണ്, ഒരു 4 മണി സമയം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വിശപ്പിൻ്റെ വിളി. കാരണം കയറിയ പിന്നെ രാത്രിയല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു പപ്സും ഒരു ലൈം എടുത്തു. പക്ഷേ എനിക്ക് പിന്നെയാണ് എനിക്ക് ചതി മനസ്സിലായത്. കാരണം ഞാൻ ലൈം കുടിക്കാൻ പാടില്ലായിരുന്നു, തണുത്തതല്ലേ, തൊണ്ടയ്ക്ക് പ്രശ്നം വരും എന്നുള്ളത് മറന്നുപോയി. എരിവും മറ്റേത് കൺട്രോൾ ചെയ്തു, പക്ഷേ തണുത്ത വെള്ളം കുടിച്ചു പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയായാലും പപ്സ് അത്ര കണ്ട് വെന്തിട്ടില്ല തോന്നുന്നുണ്ട്. ഇനിയും അത് കഴിഞ്ഞ് പാട്ടും പരിപാടിയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഇങ്ങോട്ട് മഞ്ചേരിയിലോട്ട് പോരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എന്ത് സംഭവം ചോദിച്ചാൽ എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകും. ഇതാണ് നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള റോഡ് കേട്ടോ. ഈ റോഡിൻ്റെ ഒക്കെ അവസ്ഥ നോക്കണേ മഞ്ചേരിക്കാർ. അപ്പം ഞാനിങ്ങനെ നടന്നു പോവാണ്. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം കള്ളുടിയന്മാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നൈറ്റിൽ ഉണ്ടാവാറുണ്ട്. ഒട്ടും സേഫ് അല്ല കേട്ടോ പെണ്ണുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമേ അല്ല രാത്രി എന്ന് പറയണത്. കാരണം ഒറ്റയ്ക്ക് എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ കൂടി എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ കുപ്പിയുണ്ട്. കാരണം ഇവിടെ കള്ള് ഷാപ്പുണ്ട്, ഒരു നല്ലൊരു ബാറുണ്ട്. അപ്പോൾ ഷാപ്പല്ല ബാറാണ്. അപ്പോൾ അതിൽ കളിയുമ്പാടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പേടിച്ച് പോന്ന് പിന്നെ നമ്മൾ തിരിച്ച് കുറച്ച് മീനും സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പം എന്നാൽ അത്രേ ഉള്ളൂ. ബാ.